കോതമംഗലത്ത് പ്രതിഷേധത്തിനിടെ പൊതുമുതൽ നശിപ്പിച്ച കേസിൽ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ അറസ്റ്റ് ഹൈക്കോടതി 10 ദിവസത്തേക്ക് തടഞ്ഞു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിശദീകരണം തേടി. നേരത്തെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസിന്റെ നീക്കം മറികടന്ന് ഷിയാസ് കോടതിയിൽ കീഴടങ്ങിയിരുന്നു. കോടതി പരിസരത്ത് നിന്ന് അറസ്റ്റ് ചെയ്യാനായിരുന്നു പോലീസിന്റെ നീക്കം. ശ്യാം ദേവരാജ് ഉണ്ട്. ശ്യാം, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കോതമംഗലത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം നിരന്തരമായ സംഭവവികാസങ്ങളുടെ തുടക്കം. അറസ്റ്റ്, ഒപ്പം കീഴടങ്ങൽ, അങ്ങനെ നിരന്തരമായ നാടകീയ അറസ്റ്റിനുള്ള ശ്രമം, ഇത്തരം നാടകീയമായ ശ്രമങ്ങളാണ് ഈ കോടതി പരിസരത്തും സംഭവിക്കുന്നത്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, ഒപ്പം മാത്യു കുഴൽനാടൻ MLA എന്നിവരെ ഇന്നലെ 2 കേസുകളിലാണ് പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുത്തത്. ഇവർക്ക് കോടതി കഴിഞ്ഞ ദിവസം കോതമംഗലം മജിസ്ട്രേറ്റ് കോടതി ഇടക്കാല ജാമ്യം നൽകിയിരുന്നു. ഇടക്കാല ജാമ്യം ഇന്ന് കോടതി അതിന്റെ ഉത്തരവ് പറയാൻ വേണ്ടി വെക്കുകയും അത് ജാമ്യമായി നൽകുകയും ചെയ്തു. ഈ 2 പേർക്കും, മുഹമ്മദ് ഷിയാസിനും, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനും മാത്യു കുഴൽനാടൻ MLAയ്ക്കും ജാമ്യം നൽകിയതിന് തൊട്ടു പിന്നാലെ, അതായത് ജാമ്യം ഉത്തരവ് മജിസ്ട്രേറ്റ് കോടതി പുറപ്പെടുവിച്ചു. അതിന് തൊട്ടു പിന്നാലെ ഇത് നടപ്പാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുണ്ട്. ഇതിനുവേണ്ടി കോടതി പരിസരത്ത് വെയിറ്റ് ചെയ്യുന്ന സമയത്താണ്, അല്ലെങ്കിൽ കാത്തിരിക്കുന്ന സമയത്താണ് പോലീസ് മറ്റൊരു കേസിൽ, പൊതുമുതൽ നശിപ്പിച്ചു അല്ലെങ്കിൽ പോലീസ് ജീപ്പ് ആക്രമിച്ചു എന്ന കേസിൽ മോഷണക്കുറ്റം ഉൾപ്പെടെ ഉള്ള ഒരു കേസ് ചുമത്തി കോതമംഗലം പോലീസ് ഒരു കേസെടുത്തിരുന്നു. ഈ കേസിൽ മുഹമ്മദ് റിയാസിനെ പ്രതി ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ കേസിൽ കൂടി അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം, കോടതി പരിസരത്ത് നിന്ന് കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമം പോലീസ് നടത്തിയത്. ഈ ശ്രമം കോൺഗ്രസ് പ്രവർത്തകർ മാത്യു കുഴൽനാടൻ MLAയുടെ നേതൃത്വത്തിൽ ഇടപെട്ട് തടയുകയും ചെയ്തു. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ കാണുകയും ചെയ്തത്. അത് തടയുകയും തൊട്ടു പിന്നാലെ കോടതി മുറിക്കുള്ളിലേക്ക് തന്നെ ഷിയാസ് കയറുകയും ചെയ്തു. തുടർന്ന് താൻ ഈ കേസിൽ, അതായത് കോതമംഗലം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ താൻ കീഴടങ്ങുകയാണ് എന്ന കാര്യം കോടതിയെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ആ കോടതിയിൽ കീഴടങ്ങുകയാണ് എന്ന് അറിയിച്ചതിനെ തുടർന്ന് പോലീസിനോട് ഇക്കാര്യത്തിൽ പോലീസിന്റെ നിലപാട് എന്താണ് എന്ന് കോടതി റിപ്പോർട്ട് തേടി. ആ റിപ്പോർട്ടിന് വേണ്ടി മജിസ്ട്രേറ്റ് കോടതി വെയിറ്റ് ചെയ്യുകയാണ്. ആ പോലീസിന്റെ മറുപടി, വിശദീകരണം ലഭിച്ചാൽ ഉടൻ ഇതിന്മേൽ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുകയും ചെയ്യും. സ്വാഭാവികമായും മജിസ്ട്രേറ്റ് കോടതി ഇന്ന് തന്നെ ഇതിന്മേൽ തീരുമാനമെടുക്കാനാണ് സാധ്യത. ഇത്തരമൊരു കേസിൽ അറസ്റ്റിനുള്ള നീക്കമുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഈ കോടതി പരിസരത്ത് നിന്ന് അത്തരമൊരു നാടകീയമായ സംഭവവികാസങ്ങളുടെ തുടക്കത്തിൽ തന്നെ DCC പ്രസിഡന്റ് ഹൈക്കോടതിയിലുള്ള തന്റെ അഭിഭാഷകരുമായി ബന്ധപ്പെടുകയും മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ നൽകുകയും ചെയ്തിരുന്നു. അത് ജസ്റ്റിസ് CS ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് നേരത്തെ പരിഗണിച്ചത്. ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ 10 ദിവസത്തേക്ക് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. പോലീസിനോട് വിശദീകരണവും തേടിയിട്ടുണ്ട്. മാർച്ച് 16-നാണ് ഈ ഹർജി, ജാമ്യാപേക്ഷ വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്യുക. അങ്ങനെ നിരന്തരമായ നാടകീയമായ സംഭവവികാസങ്ങളടക്കം സംഭവിച്ച ഒരിടമാണ് കോതമംഗലം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ പരിസരം. ഇവിടെ മുഹമ്മദ് ഷിയാസ് കോടതിയിൽ കീഴടങ്ങിയതുകൊണ്ട് തന്നെ മുഹമ്മദ് ഷിയാസ് ഇപ്പോൾ കോടതിയുടെ ഉള്ളിലാണ്. ഈ കേസ് അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതി പരിഗണിക്കുകയും ചെയ്യും. പോലീസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി, അല്ലെങ്കിൽ അവരുടെ പോലീസിന്റെ റിപ്പോർട്ട് നൽകി കഴിഞ്ഞാൽ ഉടൻ ഈ കേസിന്മേലുള്ള ജാമ്യാപേക്ഷയിന്മേലുള്ള വാദം ആരംഭിക്കുകയും ചെയ്യും. നേരത്തെ 2 കേസുകളിലാണ്, അതായത് ആശുപത്രിയിൽ, ഈ നേര്യമംഗലത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വീട്ടമ്മയുടെ മൃതദേഹവും വെച്ചുള്ള ഒരു പ്രതിഷേധം, ഒപ്പം പൊതുമുതൽ നശിപ്പിച്ചു എന്നുള്ള മറ്റൊരു കേസ്. ഈ 2 കേസുകളിലാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നത്. സമരപ്പന്തലിൽ നിന്നടക്കം, അല്ലെങ്കിൽ സമരപ്പന്തലിന് സമീപത്തെ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കുന്നതിനിടെ മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് ചെയ്തു. മാത്യു കുഴൽനാടൻ MLAയും അറസ്റ്റ് ചെയ്തിരുന്നു. അത്തരം അതിനുശേഷമാണ് ഇത് കഴിഞ്ഞ ദിവസം പുലർച്ചെ കോടതിയിൽ ഹാജരാക്കുകയും കോടതി ഇടക്കാല ജാമ്യം നൽകുകയും ചെയ്തത്. ആ ഇടക്കാല ജാമ്യം ഇന്ന് കോടതി അത് ജാമ്യമാക്കി മാറ്റി, സ്ഥിര ജാമ്യമാക്കി മാറ്റി ഈ 2 കേസുകളിലും നൽകിയിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് ആശുപത്രിയിൽ കടന്നു കയറി മോർച്ചറിയിൽ നിന്നും ഇന്ദിരാംബയുടെ, കഴിഞ്ഞ ദിവസം കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരാംബയുടെ മൃതദേഹം എടുത്തുകൊണ്ടുപോയി, പ്രതിഷേധത്തിനായി എടുത്തുകൊണ്ടുപോയി മൃതദേഹത്തോട് അനാദരവ് കാട്ടി എന്നതടക്കമുള്ള കേസുകളാണ്. ഈ കേസ് ഗൗരവതരമായ ഒരു കേസാണ് എന്ന് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് അതിന്റെ ഉത്തരവിൽ നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. അതിന് കടന്ന ഒരു രാഷ്ട്രീയ പ്രതിഷേധമാണ് ഇതിലുണ്ടായത് എന്നാണ് കോടതി ഇതിന്റെ ഉത്തരവിൽ നിരീക്ഷിച്ചത്. പക്ഷേ ആരോഗ്യ പ്രവർത്തകർക്ക് എന്തെങ്കിലും എതിരെ ഒരു ശാരീരികമായ ആക്രമണമില്ല. അത് ആ ഒരു സാഹചര്യത്തിലാണ് കോടതി അതിന്മേൽ ജാമ്യം നൽകുകയും ചെയ്തത്. കോടതിയുടെ ജാമ്യം നൽകിയ ഉത്തരവിൽ അങ്ങനെയാണ് പറയുകയും ചെയ്തത്. ഇന്ദിരയുടെ മൃതദേഹവുമായി പ്രതിഷേധിച്ച 2 കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്യു കുഴൽനാടനും ഒപ്പം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനും കോതമംഗലം കോടതി ഇന്ന് സ്ഥിര ജാമ്യം നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസത്തെ താൽക്കാലിക ജാമ്യം സ്ഥിര ജാമ്യമാക്കി മാറ്റിയിരുന്നു.
ആ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുമ്പോഴാണ് മുഹമ്മദ് ഷിയാസിനെ പൊതുമുതൽ നശിപ്പിച്ച കേസിൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്യാൻ ശ്രമം നടത്തിയത്. അപ്പോൾ മുഹമ്മദ് ഷിയാസ് കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു. ഇതേ തുടർന്ന് ഹൈക്കോടതിയിൽ അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഹമ്മദ് ഷിയാസിന്റെ അഭിഭാഷകൻ സമീപിക്കുകയും ഹൈക്കോടതി ഇപ്പോൾ 10 ദിവസത്തേക്ക് മുഹമ്മദ് ഷിയാസിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഈ മുഹമ്മദ് ഷിയാസിന്റെ ജാമ്യ ഹർജി, പൊതുമുതൽ നശിപ്പിച്ച കേസിലെ ജാമ്യ ഹർജി കോതമംഗലം കോടതി അല്പസമയത്തിനോടകം തന്നെ പരിശോധിക്കും, അത് പരിഗണിക്കുമെന്നാണ് ശ്യാം ദേവരാജ് റിപ്പോർട്ട് ചെയ്യുന്നത്.